സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 90കളിലും 2000ത്തിന്റെ ആദ്യ പാതിയിലും പ്രേക്ഷകരെ ഒരു തരത്തിലും നിരാശനാകാത്ത നടനായിരുന്നു ജയറാം. കുടുംബസമേതം ജയറാം ചിത്രങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമായിരുന്നു. നാടൻ കഥാപാത്രങ്ങളെ വളരെ റിയലിസ്റ്റിക്കായ തന്മയത്വത്തോടെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അക്കാലത്തെ ജയറാം ചിത്രങ്ങൾ ഇന്നും മുഷിപ്പില്ലാതെ കണ്ടിരിക്കാം. എന്നാൽ ഇന്നത്തെ ജയറാം ചിത്രങ്ങളുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ജയറാമിനെ കണ്ട് തിയേറ്ററിലേക്ക് ആളെത്തുന്ന കാലം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു. സമീപകാലത്ത് റിലീസ് ചെയ്ത ജയറാം ചിത്രങ്ങൾ നൽകുന്ന സൂചനയും അതാണ്. ഒടുവിൽ റിലീസ് ചെയ്ത അച്ചായൻസിന്റെ ആദ്യ ദിന കളക്ഷൻ അതിന് അടിവരയിടുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ണൻ താമരക്കുളം ആടുപുലിയാട്ടം എന്ന ചിത്രത്തിന് ശേഷം ജയറാമിനെ നായകനാക്കി ഒരുക്കിയ അച്ചായൻസുമായി എത്തിയത്. വൻ പബ്ലിസിറ്റി ചിത്രത്തിന് നൽകിയിരുന്നു. ജയറാമിനെ കൂടാതെ പ്രകാശ് രാജ് അടക്കമുള്ള താരനിരയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച തുടക്കം ചിത്രത്തിന് ലഭിച്ചില്ല. 100-ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ജയറാം ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് 68 ലക്ഷം രൂപയാണ്. തന്റെ കഴിഞ്ഞ ചിത്രം പോലെ തന്നെ ഏറെ പബ്ലിസിറ്റി നൽകിയാണ് കണ്ണൻ താമരക്കുളം അച്ചായൻസ് തിയേറ്ററിൽ എത്തിച്ചത്. ജയറാം ചിത്രത്തിന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു കാലം ഇല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ജയറാമിനെ കുറിച്ച് അവസാനം പ്രതീക്ഷയും തകർത്തത് വിഷു റിലീസായ തിയേറ്ററിലെത്തിയ സത്യയായിരുന്നു. ആടുപുലിയാട്ടം എന്ന ചിത്രം ജയറാമിന് തരക്കേടില്ലാത്ത ഒരു വിജയം സമ്മാനിച്ച ചിത്രമായിരുന്നു. അതേ പ്രതീക്ഷകൾ തന്നെയാണ് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചതും. സത്യ ഇത്രത്തോളം ദുരന്തമായി ഇല്ലായിരുന്നുവെങ്കിൽ ജയറാമിന്റെ അച്ചായൻസിൽ നിന്ന് അല്പം കൂടി പ്രതീക്ഷിക്കാമായിരുന്നു. ആദ്യ ദിന കളക്ഷനിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് നല്ല അഭിപ്രായമാണ്. ഇത് തുടർന്നാൽ വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷകൾ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.